ഹലോ മുത്തുമണികളെ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കണം. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ അതൊരു ഓണപരിപാടിക്ക് പോവുകയാണ്. ഈ വർഷത്തെ ആദ്യത്തെ ഓണപരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെ മുമ്പിലെത്തുമ്പോൾ കുറച്ച് വേഗം, കാരണം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എഡിറ്റ് ചെയ്യാനും ഒക്കെ കുറച്ച് ടൈം എടുത്തു കേട്ടോ. അത് അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ച് ദിവസം എടുക്കും. അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ ഓണം ഡ്രീം ക്രിയേറ്റീവ്സിൻ്റെ ഓണപരിപാടിയായിരുന്നു. നമ്മൾ പെരിന്തൽമണ്ണയുള്ള ഗ്രീൻ ടേബിൾ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ പരിപാടി. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഒരു 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് ഞാനിതാ പോകുന്നു. അപ്പോൾ നമ്മളവിടെ നിന്ന് കറക്റ്റ് 1 മണിക്കൂറാണ് പെരിന്തൽമണ്ണക്കുള്ളത്. ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിലേറെ സമയം എടുക്കും കേട്ടോ. പരിപാടി പൊള്ളിയായിരുന്നു കേട്ടോ, അടിപൊളി പരിപാടിയായിരുന്നു. പക്ഷെ എനിക്ക് ആകെ ഒരു സങ്കടം എന്ന് വെച്ചാൽ ഫുള്ള് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ പവർ ബാങ്കോ ചാർജറോ ഒന്നും കൊണ്ടുപോകാത്തതുകൊണ്ട് ഉച്ച ആയപ്പോഴേക്കും ഫോൺ ചത്തു കേട്ടോ. ഉച്ചക്കത്തെ ചോറ് ആ ഒരു ടൈം വരെയാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത്, ബാക്കി എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഏതായാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഉള്ള വീഡിയോസ് കൊണ്ട് നമുക്കൊരു ചെറിയൊരു വീഡിയോ ആക്കി ഇടാമെന്ന് ഇങ്ങനെ കരുതി കേട്ടോ. അപ്പോൾ ഇതാണ് ഗ്രീൻ ടേബിൾ റെസ്റ്റോറൻറ്റ്, പെരിന്തൽമണ്ണ. കറക്റ്റ് ഒരു 9:15 ആയപ്പോഴേക്കും ഞാനിവിടെ എത്തി. പെരിന്തൽമണ്ണ ടൗണിൽ നിന്ന് കുറച്ചങ്ങോട്ട് ഉള്ളിൽ കേട്ടോ, ഒരു 30 രൂപ ചാർജ്. അപ്പോൾ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കണുണ്ടായിരുന്നുള്ളൂ, ഞാൻ ആദ്യം എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ ഒട്ടുമിക്ക എല്ലാ ജില്ലയിലുള്ള ഇൻഫ്ലുവൻസേഴ്സും ഉണ്ടായിരുന്നു. അവിടെയൊക്കെ പരിചയപ്പെടാൻ പറ്റി. അതേപോലെ കുറേ ഇവൻറ്റ്സുകൾ പങ്കെടുക്കാൻ പറ്റി, കുറേ മൊമെൻറ്റോ കാര്യങ്ങൾ കിട്ടി. ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷമാണ് കേട്ടോ. ആരും അറിയാത്ത എന്നെ കുറച്ച് ആൾക്കാരെങ്കിലും തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അതും ഈ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഭാഗ്യങ്ങളാണ് കേട്ടോ. അതൊക്കെ ഒരു വല്ലാത്തൊരു നിമിഷങ്ങളാണ് സത്യം പറഞ്ഞാൽ. അങ്ങനെതാ ഓണപ്പൂക്കളൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഓണം പൂക്കളിങ്ങനെ പിച്ചി നുള്ളി റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളും ചേർന്ന് അതൊക്കെ ഒന്ന് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ അടുത്തിരിക്കുന്നത് കെ ഫാമിലിയിലുള്ള ആളാണ്. ആൾ അടിപൊളിയാണ്, നല്ല കോമഡിയാണ്, നല്ല സംസാരമാണ്, നല്ല സൂപ്പർ വൈബുള്ള ഒരാളാണ് കേട്ടോ ആൾ. അങ്ങനെ ഓണപ്പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുക. അടിപൊളിയായിരുന്നു. എനിക്ക് ഇപ്പോഴും സങ്കടം ഉണ്ട് കേട്ടോ ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റാതെ പോയതിൽ. കാരണം അത്രയും അടിപൊളിയായിരുന്നു. ഗെയിംസും കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് ആഘോഷിച്ച ഒരു ഓണപ്പരിപാടിയായിരുന്നു. അത് ഒട്ടുമിക്ക എല്ലാ ഗെയിമിലും ഞാൻ പങ്കെടുത്തു. നല്ല രസമായിരുന്നു കേട്ടോ, എല്ലാവരെയും പരിചയപ്പെട്ടു. ആ ഒരു രാവിലെ ഒരു 10:30 ആയപ്പോഴേക്കും പരിപാടി സ്റ്റാർട്ട് ചെയ്തു. വൈകിട്ട് വരെ ഫുൾ ഓണായിട്ട് നിൽക്കുക. അടിപൊളിയായിട്ട് സൂപ്പറായിരുന്നു. എല്ലാവരും എത്തിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. ഒരു കുറേ ആൾക്കാരും ഇനി എത്താനുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാട്ടോ നമ്മളെ പൂക്കളം. ഇങ്ങനെയുണ്ട്, എല്ലാവരും കൂടെ ചേർന്നിട്ടിട്ടുള്ള പൂക്കളാണ്. DCC എന്ന് എഴുതിയിട്ടുള്ള ഒരു കുഞ്ഞു പൂക്കൾ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഏകദേശം ഒരു 10 മണി ആ ഒരു ടൈമൊക്കെ ആയപ്പോഴേക്കും പൂക്കളൊക്കെ ഇട്ട് റെഡിയായി കേട്ടോ. അപ്പോൾ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടായിരുന്നു, അവരോടൊക്കെ പരിചയപ്പെടാൻ പറ്റി. പിന്നെ എടുത്തു പറയേണ്ടതാണ് ഓണസദ്യ. എൻ്റെ പൊന്നൂര് രക്ഷയില്ലായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. ഓരോന്ന് മെച്ചൊന്നും പറയൂലേ, അതേപോലെയായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു.
അങ്ങനെ മാവേലി കേക്ക് കട്ട് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ടാവും മാവേലി കേക്ക് കട്ട് ചെയ്യണത് കാണുന്നത്. അങ്ങനെ മാവേലി കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കുക. നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു കേട്ടോ. ആഹാ. പിന്നെ എനിക്ക് ചെറിയൊരു മൊമെൻറ്റോ കാര്യങ്ങളൊക്കെ കിട്ടി. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു സീനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭാഗ്യം എന്ന് പറയണത് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഒന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.